all the sets under consideration is called the universal set and is denoted by U. That means when we consider one or more sets for discussion, okay, so angane varumbo we have to take a convenient set as their superset, isn't it? For example, suppose the set A is the elements of the set 1, 3, 5, okay, and set B is 2, 4, 6, and I will take one more set C. C is equal to the elements 0, 2, 5 and 9. Okay. Now the superset that contains all the sets. Okay. So that is ഈ മൂന്ന് സെറ്റിലെ എലമെന്റ്സ് എല്ലാം വരുന്ന ഒരു സെറ്റ്. അതിനെ നമുക്ക് ഈ മൂന്ന് സെറ്റിന്റെയും സൂപ്പർ സെറ്റ് എന്ന് പറയും. സോ അങ്ങനെ ഒരു സൂപ്പർ സെറ്റിൽ ഉണ്ടാവുന്ന എലമെന്റ്സ് നമുക്ക് ഓർഡറിൽ എഴുതാം. ഓർഡറിൽ എഴുതണമെന്ന് നിർബന്ധമില്ല, കാരണം സെറ്റിൽ നമ്മൾ ഓർഡറിൽ തന്നെ എഴുതണമെന്ന് ഇല്ല. സോ ഫസ്റ്റ് I write 0, then I write 1 because 1 is there in set A, then I write 2 is there in set C and set B, then I can write 3, then 4, 5, 6 and last 9. So this is a set that contains all the sets under consideration A, B, C. So this set is called the superset of the sets A, B, C, and so this set is called the universal set. Usually in a particular context we have to deal with the elements and subsets of a basic set which is relevant to that particular context. For example, while studying the system of numbers, okay, suppose I am taking the set of numbers, set of even natural numbers, set of odd natural numbers, set of prime numbers, അങ്ങനെ എടുക്കും. സോ ഈ മൂന്ന് സെറ്റിന്റെയും സൂപ്പർ സെറ്റ് ആയിട്ട് വരുന്ന ഒരു സെറ്റ് ഏതാണ്? സോ ഈ മൂന്നിന്റെയും സൂപ്പർ സെറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് പറയാം. ഓക്കെ, ഇൻ ദാറ്റ് കേസ് വി സേ the set of all natural numbers n is the universal set. Okay, suppose in the case of integers, set of all integers വരുമ്പോൾ അതിന്റെ സൂപ്പർ സെറ്റ് ആയിട്ട്, അതിന്റെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് വരുമോ? ഇല്ല. സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇൻഡിജേഴ്സ് വരും, 0 വരും, പോസിറ്റീവ് ഇൻഡിജേഴ്സും വരും. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ പോസിറ്റീവ് ഇൻഡിജേഴ്സ് മാത്രമേ വരൂ. സോ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഇതിന്റെ സൂപ്പർ സെറ്റ് ആയിട്ട് ഒരിക്കലും വരില്ല. സോ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എടുക്കാം. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സിന്റെ സൂപ്പർ സെറ്റ് ആയിട്ട് വരും. സോ ഇൻ ദാറ്റ് കേസ് വി ക്യാൻ ടേക്ക് ദ യൂണിവേഴ്സൽ സെറ്റ് ആസ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. Okay, so universal set means it is the superset that contains all the sets under consideration. Let's do a problem, exercise 1.3, question number 9. Given the sets A is equal to set 1, 3, 5, B is equal to set 2, 4, 6 and C is equal to set 0, 2, 4, 6, 8. Which of the following may be considered as universal set or sets for all the three A, B and C? സോ ഇവിടെ നമുക്ക് മൂന്ന് സെറ്റ് തന്നിട്ടുണ്ട്, എയും ബിയും സിയും. ഈ മൂന്ന് സെറ്റിന്റെയും യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് വരുന്നത് ഈ നാലെണ്ണത്തിൽ ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന സെറ്റിലെ എലമെന്റ്സ് 0, 1, 2, 3, 4, 5, 6 ആണ്. സെക്കൻഡ് ഓപ്ഷനിൽ എംപ്റ്റി സെറ്റ് ആണ്. തേർഡ് ഓപ്ഷനിൽ തന്നിരിക്കുന്ന എലമെന്റ്സ് 0 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഫോർത്ത് സെറ്റിൽ നമുക്ക് തന്നിരിക്കുന്ന 1 മുതൽ 8 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഈ മൂന്ന് സെറ്റിലെയും എലമെന്റ്സ് അതിന്റെ എല്ലാം സൂപ്പർ സെറ്റിൽ ഉണ്ടായിരിക്കണം. ആ സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 1, 3, 5 ഉണ്ടായിരിക്കണം, 2, 4, 6 ഉണ്ടായിരിക്കണം, 0, 2, 4, 6, 8 ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാം
ഫസ്റ്റ് സെറ്റിലും തേർഡ് സെറ്റിലുമാണ് 0 ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഫസ്റ്റ് സെറ്റ് നോക്കി അതിൽ 8 എന്ന എലമെന്റ് ഇല്ല. 8 എന്ന എലമെന്റ് സി എന്ന സെറ്റിൽ ഉണ്ട്. സോ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന 3 സെറ്റുകളുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ 3 സെറ്റിലെ എല്ലാ എലമെന്റ്സും ഉണ്ടായിരിക്കണം. സോ അങ്ങനെ എല്ലാ എലമെന്റ്സും ഉള്ള സെറ്റ് ഓപ്ഷൻ 3 ആണ്. So the universal set of 1, 3 set C is the third option, set 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exercise 1.3 question number 8. What universal set or sets would you propose for each of the following? The first one, the set of right triangles. And the second is the set of isosceles triangles. So set of right triangles inde universal set ആയി വരാവുന്ന സെറ്റ് ഏതാണ്? നമുക്കറിയാം set of triangles എടുത്താൽ ട്രയാങ്കിൾസിൽ ഒരു ടൈപ്പാണ് റൈറ്റ് ട്രയാങ്കിൾസ് ആണല്ലോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ്, ഐസോസെൽസ് ട്രയാങ്കിൾസ്, റൈറ്റ് ട്രയാങ്കിൾസ്, സ്കെലിൻ ട്രയാങ്കിൾസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്. അതിലൊരു ടൈപ്പാണ് സെറ്റ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പം അതിന്റെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സെറ്റിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്, സെറ്റ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ്. സോ അതിലൊരു ടൈപ്പാണ് സെറ്റ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾസ്. ഓക്കെ, സോ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സെറ്റ് ഇതാണ്, സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ്. ഇനി ഇത് തന്നെയല്ല, വേറെ യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് എഴുതാവുന്നതാണ്. സെറ്റ് ഓഫ് ഓൾ പോളിഗൺസ്. പോളിഗൺസിൽ ഒന്നാണ് ട്രയാങ്കിൾ. ഓക്കെ, അതിലൊന്നാണ് റൈറ്റ് ട്രയാങ്കിൾ. സോ റൈറ്റ് ട്രയാങ്കിൾ ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ഓഫ് പോളിഗൺസ്, isn't it? So set of all polygons നമുക്ക് ഇതിന്റെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്ത തന്നിരിക്കുന്ന സെറ്റ് ദ സെറ്റ് ഓഫ് ഐസോസെൽസ് ട്രയാങ്കിൾസ് ആണ്. ഇവിടെയും നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യും. അതേപോലെ സെറ്റ് ഓഫ് പോളിഗൺസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി സപ്പോസ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം, സെറ്റ് ഓഫ് ഓൾ പോളിഗൺസ് കൺസിഡർ ചെയ്യാം, സെറ്റ് ഓഫ് ഓൾ റെഗുലർ പോളിഗൺസ് കൺസിഡർ ചെയ്യാം. കാരണം ഈക്വലാറ്ററൽ ട്രയാങ്കിളിലെ 3 സൈഡുകളും ഈക്വൽ ആണ്, 3 ആംഗിൾസും ഈക്വൽ ആണ്. സോ അങ്ങനെയുള്ള പോളിഗൺസിന് നമ്മൾ റെഗുലർ പോളിഗൺ എന്ന് പറയും. സോ അങ്ങനെ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് എഴുതാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിന് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് ഒരു സെറ്റ് തന്നെ ഉള്ളൂ എന്നില്ല, ഒന്നിൽ കൂടുതൽ യൂണിവേഴ്സൽ സെറ്റുകൾ വരാം. ഓക്കെ, സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് കഴിഞ്ഞ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്താണ്. സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സൂപ്പർ സെറ്റുകളായിട്ട് യൂണിവേഴ്സൽ സെറ്റുകളായിട്ട് വരാവുന്നത് നമുക്ക് പറയാം. എന്താ? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് പറയാം. അതേപോലെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് പറഞ്ഞൂടെ? അതിനു മുമ്പേ റാഷണൽ നമ്പേഴ്സ് പറയാം. അങ്ങനെ ഒരു സെറ്റിന്റെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ്സ് ആയിട്ട് സെറ്റുകൾ വരും. Venn diagrams. The diagrammatic representation of sets is called Venn diagrams. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ we have 2 methods. Raster form മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ സെറ്റ് ബിൽഡപ്പ് ഫോം മെത്തേഡ് ഉണ്ട്. ഇത് വേറൊരു മെത്തേഡാണ്, diagrammatic representation ആണ്. We know that sets, their relations and operations can be easily understood with the help of diagrams. So, Swiss mathematician ആയ ഊള ആയിരുന്നു ഈ ഒരു ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. That is to represent the sets by points on a closed curve. ഒരു ക്ലോസ്ഡ് കർവിൽ, ഇങ്ങനെ ഒരു ക്ലോസ്ഡ് കർവിൽ ഈ സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയാണോ അതിനെയൊക്കെ ഡിനോട്ട് ചെയ്തുകൊണ്ട് ഒരു പോയിന്റ് കൊണ്ടുവന്ന് നമുക്ക് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ആദ്യം ഈ ഒരു ഐഡിയ കൊണ്ടുവന്ന മാത്തമാറ്റീഷ്യനാണ് ഊളർ. പക്ഷെ ഇതൊരു പ്രാക്ടീസിലേക്ക് കൊണ്ടുവന്നത് ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യനായ ജോൺ വെൻ ആണ്. John Venn brought this idea into practice. So that's why that diagrams are called Venn diagrams. So Venn diagrams are the diagrammatic representation of sets. Okay.
ഇനി വെൻ ഡയഗ്രത്തിൽ നമുക്കൊരു സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതിനൊരു റൂൾസ് ഉണ്ട്. സോ അതിന്റെ റൂൾസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ഡയഗ്രത്തിൽ യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത് റെക്ടാങ്കുലർ റീജിയൻ ആണ്. ദാറ്റ് മീൻസ് റെക്ടാങ്കിൾ. യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ റെക്ടാങ്കിൾ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ സെറ്റുകളും യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റുകളായിരിക്കും. ആ സബ്സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോസ്ഡ് കർവ്സ് ആണ്. സാധാരണ ഉപയോഗിക്കുന്നത് സർക്കിൾസ് ആണ്. ഓക്കെ, ഇങ്ങനെ സർക്കിൾസ് എത്രയുണ്ടോ അത്രയും സർക്കിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സബ്സെറ്റുകളെ ഡിനോട്ട് ചെയ്യുന്നത്. ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണാറുണ്ട് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ്, എലിപ്സിന്റെ ഷേപ്പിലും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ക്ലോസ്ഡ് കർവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കർവ് അല്ല, സർക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്താൽ മതി. വെൻ ഡയഗ്രത്തിൽ യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ റെക്ടാങ്കിളും അതിന്റെ സബ്സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സർക്കിൾസുമാണ്. ഓക്കെ, എന്നിട്ട് വെൻ ഡയഗ്രത്തിലുള്ള ഓരോ സെറ്റിലുള്ള എലമെന്റ്സിനെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സർക്കിൾസിന്റെ ഉള്ളിൽ എഴുതും. സപ്പോസ് എയും ബി രണ്ട് സെറ്റാണ്. ഓക്കെ, അപ്പം എയിലെ എലമെന്റ്സ് 1ഉം 2ഉം 3, ബിയിലെ എലമെന്റ്സ് 4ഉം 5ഉം ആണെന്ന് വിചാരിക്കും. അപ്പം അതവിടെ എഴുതും. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നമുക്കുള്ള എലമെന്റ്സ് 1ഉം 2ഉം 3ഉം 4ഉം 5ഉം ഒക്കെ ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട. ബാക്കിയുള്ള എലമെന്റ്സ് ഈ രണ്ട് സെറ്റിലും ഇല്ലാത്ത യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കിയുള്ള എലമെന്റ്സ് വേണമെങ്കിൽ ഈ റെക്ടാങ്കിളിൽ എഴുതാം. സപ്പോസ് രണ്ട് സെറ്റിലും ഒരേപോലത്തെ നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സപ്പോസ് എ ഹാസ് എലമെന്റ്സ് 1, 2, 3 ആൻഡ് ബി ഹാസ് എലമെന്റ്സ് 3, 4, 5. സോ നിങ്ങൾക്ക് കാണാം രണ്ട് സെറ്റിലും 3 എന്ന് പറഞ്ഞ എലമെന്റ് കോമൺ ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ റെക്ടാങ്കിളിൻ്റെ ഉള്ളിൽ സർക്കിൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന സർക്കിൾസ് വരയ്ക്കും. സോ ഫസ്റ്റ് സർക്കിൾ ഡിനോട്ട്സ് ദ ഫസ്റ്റ് സെറ്റ് ആൻഡ് സെക്കൻഡ് സർക്കിൾ ഫോർ സെക്കൻഡ് സെറ്റ്. അപ്പോൾ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ നമ്മൾ ഈ രണ്ടിലും കമ്പൈൻ ആയിട്ട് രണ്ടിൻ്റെയും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ആ ഒരു ഭാഗത്ത് വരുന്ന പോയിന്റിലാണ് നമ്മൾ അത് കൊടുക്കുക. അല്ലാത്ത പോയിന്റ്സിനെ അതിൻ്റെ സർക്കിളിൻ്റെ ഭാഗത്ത് കൊടുക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ വെൻ ഡയഗ്രത്തിൽ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സപ്പോസ് നമുക്ക് രണ്ട് സെറ്റ് ഉണ്ട്, എയും ബിയും, ആൻഡ് എ ഈസ് സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് വിചാരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് എയിലെ എലമെന്റ്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. സപ്പോസ് എയിലെ എലമെന്റ്സ് 1ഉം 2ഉം, ബിയിലെ എലമെന്റ്സ് എ ബിയുടെ സബ്സെറ്റ് ആണ്. സോ 1, 2, 3, 4 എന്ന് എടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം യൂണിവേഴ്സൽ സെറ്റിന് വേണ്ടിയിട്ട് റെക്ടാങ്കിൾ വരയ്ക്കുക. എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ബി ഒരു വലിയ സർക്കിൾ വരയ്ക്കുന്നു, അതിൻ്റെ ഉള്ളിൽ ചെറിയ സർക്കിൾ വരയ്ക്കുന്നു. ഇങ്ങനെയാണ് സബ്സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ വെൻ ഡയഗ്രത്തിൽ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ എയിലെ എലമെന്റ്സ് നമുക്ക് ഇവിടെ എഴുതാം 1ഉം 2ഉം. ബിയിലെ എലമെന്റ്സ് ഓൾറെഡി നമ്മൾ 1ഉം 2ഉം എഴുതി കഴിഞ്ഞു. അപ്പോൾ 1ഉം 2 ഇവിടെ എഴുതിയ വലിയ സർക്കിളിലും 1ഉം 2ഉം ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എലമെന്റ്സ് എവിടെ വേണമെങ്കിലും എഴുതാം. യൂണിവേഴ്സൽ സെറ്റിൽ ഇനി ബാക്കി എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതും എഴുതാം. ഓക്കെ, ഇത് യു, ഇത് എ സെറ്റ് എ, പുറത്തുള്ളത് സെറ്റ് ബി. ഇങ്ങനെയാണ് നമ്മൾ സബ്സെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ വെൻ ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ.